ഇലക്ട്രീഷ്യൻ ട്രേഡിൻ്റെ പുതിയ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫാസ്റ്റൻ, ജമ്പർ ഇൻ പിൻ, ഷാക്കിൾ ആൻഡ് സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സിനെ പറ്റിയാണ്. ഈ സെഷൻ്റെ അവസാനം നിങ്ങൾക്ക് പിൻ ടൈപ്പ്, ഷാക്കിൾ ടൈപ്പ്, സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് സെലക്ട് ചെയ്യാനും പിൻ ഇൻസുലേറ്റർ ഉപയോഗിച്ച് ക്രോസ് ആം പോളിൽ ജമ്പർ ഉറപ്പിക്കുവാനും, ഷാക്കിൾ ടൈപ്പ് ഇൻസുലേറ്ററിൽ ജമ്പർ ഉറപ്പിക്കുവാനും, സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്ററിൽ ജമ്പർ ഉറപ്പിക്കുവാനും പഠിക്കും. Electrician toolkit and equipments required. Insulated combination plier 200 mm. DE double-ended spanner set 6 mm മുതൽ 25 mm വരെയുള്ളത്. Adjustable spanner 25 mm. വുഡൻ അല്ലെങ്കിൽ നൈലോൺ മാലറ്റ് 1/2 കിലോ. ലാഡർ 6 മീറ്റർ ഹൈറ്റ് ഉള്ളത്. വയർ സ്ട്രിപ്പർ 150 mm. Suspension type insulators. Pin type insulators. Binding wire 14 SWG aluminium 5 മീറ്റർ. ACSR കണ്ടക്ടർ. കൂടാതെ സേഫ്റ്റി ബെൽറ്റും റോപ്പും, ക്ലാമ്പ്, നട്ടും ബോൾട്ടും, ഷാക്കിൾ ടൈപ്പ് ഇൻസുലേറ്റർ. ഇനി പിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ്. പ്രാക്ടീസ് ചെയ്യുന്നതിന് മുൻപ് നമുക്കാദ്യം കുറച്ച് ബേസിക് ഇൻഫർമേഷൻ നോക്കാം. പിൻ, ഷാക്കിൾ, പിന്നെ സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ്. പിൻ ഇൻസുലേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് ലൈൻ കണ്ടക്ടേഴ്സ് ഒരു സ്ട്രെയിറ്റ് റണ്ണിംഗ് ഓഫ് പോൾസിലാണെന്ന് നമ്മൾ ഉറപ്പുവരുത്താനായിട്ടാണ്. അത് പോളിന്റെ ക്രോസാമിലേക്ക് സെക്യൂർഡ് ആയിരിക്കും. ഇൻസുലേറ്ററിന് മുകളിലായി ഒരു ഗ്രൂവ് ഉണ്ടാകും. എന്തിനാണ്? കണ്ടക്ടർ ഹൗസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് LT ലൈൻസിലാണ്. ഷാക്കിൾ ഇൻസുലേറ്റേഴ്സ്. ഷാക്കിൾ ഇൻസുലേറ്റേഴ്സ് കോർണർ പോൾസിനെ ടെർമിനേറ്റ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഇൻസുലേറ്റേഴ്സ് നമ്മൾ ഓവർഹെഡ് ലൈൻസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് ലോ ആൻഡ് മീഡിയം വോൾട്ടേജ് ലൈൻസിൽ മാത്രമായിരിക്കും. ഈ ഇൻസുലേറ്റേഴ്സ് നമ്മൾ ഹൊറിസോണ്ടൽ പൊസിഷനിലും കൂടാതെ വെർട്ടിക്കൽ പൊസിഷനിലും ഉപയോഗിക്കാറുണ്ട്. സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ്. സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ഉപയോഗിക്കുന്നത് HT ലൈൻസിലെ സ്റ്റീൽ ടവറുകളിലാണ്. ഇതിനകത്ത് കുറച്ച് പോർസലിൻ ഡിസ്കുകൾ ഉണ്ടാവും. അത് മെറ്റൽ ലിങ്കുമായി ഒരു സീരീസ് എന്ന രീതിയിൽ കണക്റ്റഡ് ആയിരിക്കും. ഒരു സ്ട്രിങ് പോലെ ഉണ്ടാവും. ഒരു 11 kV ലോ വോൾട്ടേജിന് വേണ്ടി ഡിസൈൻഡ് ആയിരിക്കും ഓരോ ഡിസ്കുകളും. ലൈനിലേക്ക് ഒരു ഉയർന്ന ഫ്ലെക്സിബിലിറ്റി ഈ സസ്പെൻഷൻ നമുക്ക് നൽകും. ഇനി നമുക്ക് പിൻ ടൈപ്പ് ഇൻസുലേറ്റർ എന്താണെന്ന് നോക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്താണെന്നൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അതായത് ഫാസ്റ്റൻ ദ ജമ്പർ ഇൻ പിൻ ഇൻസുലേറ്റേഴ്സ്. ടൂൾസും മെറ്റീരിയൽസും നല്ല കണ്ടീഷനിലാണോ എന്ന് ചെക്ക് ചെയ്യുക. ആദ്യം പോളിലേക്ക് ലാഡർ ചാരി വെക്കുക. എന്നിട്ട് ലാഡർ പിടിക്കാനായി ഒരു ഹെൽപ്പറുടെ സഹായം ആവശ്യപ്പെടുക. സേഫ്റ്റി ബെൽറ്റ് ടൈറ്റ് ചെയ്ത് മെല്ലെ ഏണിയിൽ കയറുക. കൂടെ ഗൈഡ് റോപ്പും സ്പാനർ സെറ്റും കരുതുക. കറക്റ്റ് പൊസിഷനിലെത്തിയതിനു ശേഷം ക്രോസ് ആമുമായി നിങ്ങളുടെ സേഫ്റ്റി ബെൽറ്റ് ടൈറ്റ് ചെയ്യുക. ഗൈഡ് റോപ്പിന്റെ ഒരറ്റം താഴേക്കിടുക. അതിനുശേഷം ഹെൽപ്പറോട് പറഞ്ഞ് പിൻ ഇൻസുലേറ്റർ റോപ്പിന്റെ എൻഡിലേക്ക് ടൈ ചെയ്യാൻ ആവശ്യപ്പെടുക. കയർ മെല്ലെ ഉയർത്തി പിൻ ഇൻസുലേറ്റർ അസംബ്ലി ചെയ്യുക. ക്രോസ് ആമിലേക്ക് പിൻ ഇൻസുലേറ്റർ നമ്മൾ മെല്ലെ ഫിക്സ് ചെയ്യുക. അതിനുശേഷം ACSR കണ്ടക്ടർ ലിഫ്റ്റ് ചെയ്യുക. അതായത് അലുമിനിയം കണ്ടക്ടർ സ്റ്റീൽ റീഎൻഫോഴ്സ്ഡ്. ഇതൊരു ഗൈഡ് റോപ്പിന്റെ സഹായത്തോടുകൂടി ഗ്രൗണ്ടിൽ നിന്ന് ഉയർത്തുക. ശേഷം പോളിനും പിൻ ഇൻസുലേറ്ററിനും ഇടയിലായി ACSR കണ്ടക്ടർ പ്ലേസ് ചെയ്യുക. പിൻ ഇൻസുലേറ്ററിന്റെ മുകളിലായി കൊടുത്തിരിക്കുന്ന ഭാഗത്ത് ACSR കണ്ടക്ടർ നിങ്ങൾ പ്ലേസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സഹായിയോട് ഒരു വയർ സ്ട്രിപ്പർ ഉപയോഗിച്ച് കണ്ടക്ടർ സ്ട്രെച്ച് ചെയ്യാൻ ആവശ്യപ്പെടുക. 2 മീറ്റർ നീളമുള്ള ഒരു ബൈൻഡിംഗ് വയർ എടുത്ത് അതിന്റെ മധ്യഭാഗത്തായി ഹോൾഡ് ചെയ്യുക. പിൻ ഇൻസുലേറ്ററിന്റെ കഴുത്തിലായി മിനിമം 2 ടേൺസെങ്കിലും അത് ചുറ്റുക. ഇൻസുലേറ്ററിന്റെ നെക്കിലായി നല്ലൊരു ടൈറ്റ് കെട്ടിടുക. അതായത് ബൈൻഡിംഗ് വയറിന്റെ 2 അറ്റവും കൊണ്ട്. ലൈൻ കണ്ടക്ടറിലേക്ക് ബൈൻഡിംഗ് വയറിന്റെ 2 അറ്റവും മെല്ലെ ടൈറ്റ് ചെയ്ത് ചുറ്റുക. അതിനുശേഷം പിൻ ഇൻസുലേറ്ററിന്റെ 2 ഭാഗത്തും കൂടാതെ ഓപ്പോസിറ്റ് ടേൺസിലുമായി അത് നമ്മൾ ചുറ്റിവെക്കുക. കണ്ടക്ടറിൽ എന്തെങ്കിലും ഡീവിയേഷനോ ബൈൻഡോ ഉണ്ടെങ്കിൽ ഇൻസുലേറ്ററിന്റെ നെക്കിലായി ബൈൻഡിംഗ് വയർ നന്നായിട്ട് ബൈൻഡ് ചെയ്യുക. ഒട്ടും ഇടയില്ലാതെ വയർ നന്നായി ബൈൻഡ് ചെയ്തതിനു ശേഷം 2 വശത്തുമായി 15 ടേൺസെങ്കിലും അത് ചുറ്റിയതിനു ശേഷം ഫിനിഷ് ചെയ്യുക. എക്സ്ട്രാ വയറുള്ളത് കട്ട് ചെയ്തതിനു ശേഷം കണ്ടക്ടറിന് ചുറ്റുമായി പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങൾ റൗണ്ട് ഓഫ് ചെയ്യുക. വർക്ക് നന്നായി ഫിനിഷ് ചെയ്തതിനു ശേഷം വളരെ സേഫായി പോളിൽ നിന്ന് താഴെ ഇറങ്ങുക. നമ്മളുടെ രണ്ടാമത്തെ ടാസ്ക് എന്താണെന്നാൽ ഫാസ്റ്റൻ ദ ജമ്പർ ഇൻ ഷാക്കിൾ ഇൻസുലേറ്റർ. ആദ്യമേ ടൂൾസും മെറ്റീരിയൽസും നല്ല കണ്ടീഷനിലാണെന്ന് ഉറപ്പുവരുത്തുക. ലാഡർ പോളിൽ ചാരി വെച്ച് ഹെൽപ്പറോട് ആ ഏണി പിടിക്കാൻ ആവശ്യപ്പെടുക. സേഫ്റ്റി ബെൽറ്റ് ഫാസ്റ്റൻ ചെയ്തതിനു ശേഷം ഏണിയിൽ മെല്ലെ കയറുക.
കൂടെ ഗൈഡ് റോപ്പും സ്പാനർ സെറ്റും കരുതുക. ക്രോസ് ആമുമായി നിങ്ങളെ പൊസിഷൻ ചെയ്തതിനു ശേഷം സേഫ്റ്റി ബെൽറ്റ് ടൈ ചെയ്യുക. ഗൈഡ് റോപ്പിന്റെ ഒരറ്റം താഴേക്കിട്ടതിനു ശേഷം ഹെൽപ്പറോട് ഷാക്കിൾ ഇൻസുലേറ്റർ അതിലേക്ക് കെട്ടിവെക്കാൻ ആവശ്യപ്പെടുക. കൂടെ സി ക്ലാമ്പും കെട്ടിവെക്കാൻ ആവശ്യപ്പെടുക. അതിനുശേഷം കയർ മെല്ലെ ഉയർത്തി ഇൻസുലേറ്റർ അസംബിൾ ചെയ്യുക. ഷാക്കിൾ ഇൻസുലേറ്റർ ഒരു സി ക്ലാമ്പിന്റെ സഹായത്തോടു കൂടി ക്രോസ് ആമിലേക്ക് ഫിക്സ് ചെയ്യുക. ഷാക്കിൾ ഇൻസുലേറ്ററിന്റെ ഗ്രൂവിലേക്ക് കണ്ടക്ടറിന്റെ ഒരു ലൂപ്പ് ഉണ്ടാക്കിയതിനു ശേഷം ഒരു 1/2 മീറ്ററോളം ഭാഗം ഒരു ഫ്രീ എൻഡ് എന്ന രീതിയിൽ ഒഴിവാക്കി വിടുക. അതിനുശേഷം ഒരു 14 SWG അലുമിനിയം ബൈൻഡിംഗ് വയർ എടുത്ത് ലൈൻ കണ്ടക്ടറുമായി ബൈൻഡ് ചെയ്ത് ശേഷം 2 അറ്റങ്ങളും ഒട്ടും ഗ്യാപ്പില്ലാതെ നന്നായി ടൈറ്റ് ചെയ്ത് ഇൻസുലേറ്ററിന് ചുറ്റും ഒരു ലൂപ്പ് ഉണ്ടാക്കുക. അതിന് ഏകദേശം 100 മുതൽ 150 mm വരെ നീളം വേണ്ടതാണ്. ബൈൻഡിംഗ് വയറിന്റെ ആവശ്യമായിട്ടുള്ള ടേൺസ് നമ്മൾ ചുറ്റി കംപ്ലീറ്റ് ചെയ്യുക. ശേഷമുള്ള എക്സ്ട്രാ ഫ്രീ എൻഡുകൾ ഇൻസുലേറ്ററിന് നേരെയുള്ള ഭാഗത്തേക്ക് നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് വെക്കുക. വർക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം പോളിൽ നിന്ന് വളരെ സേഫായി താഴെ ഇറങ്ങുക. നമ്മുടെ മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഫാസ്റ്റൻ ദ ജമ്പർ ഇൻ സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ്. ആദ്യമേ ടൂൾസും മെറ്റീരിയൽസും നല്ല കണ്ടീഷനിലാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഏണി പോളിൽ ചാരി വെച്ചതിന് ശേഷം ഹെൽപ്പറോട് ഏണി പിടിക്കാൻ ആവശ്യപ്പെടുക. അതിനുശേഷം സേഫ്റ്റി ബെൽറ്റ് ഫാസ്റ്റൻ ചെയ്ത് ഏണിയിലൂടെ മെല്ലെ കയറി കൂടെ ഗൈഡ് റോപ്പും സ്പാനർ സെറ്റും കരുതുക. അതിനുശേഷം ഹെൽപ്പറോട് പറഞ്ഞ് സസ്പെൻഷൻ ഇൻസുലേറ്റർ കയറിന്റെ അറ്റത്ത് കെട്ടിവെക്കാൻ ആവശ്യപ്പെടുക. ഒരു ഗൈഡ് റോപ്പിന്റെ സഹായത്തോടു കൂടി അത് പോളിലുള്ള ക്രോസാമിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. ശേഷം നമ്മൾ ACSR കണ്ടക്ടർ ലിഫ്റ്റ് ചെയ്ത്, അതായത് അലുമിനിയം കണ്ടക്ടർ സ്റ്റീൽ റീഎൻഫോഴ്സ്ഡ്, അതൊരു ഗൈഡ് റോപ്പിന്റെ സഹായത്തോടു കൂടി ഗ്രൗണ്ടിൽ നിന്ന് ഉയർത്തുക. ഗൈഡ് റോപ്പിന്റെ ഒരറ്റം നമ്മൾ താഴേക്കിട്ടതിനു ശേഷം ഹെൽപ്പറോട് കണ്ടക്ടർ വളരെ നന്നായി ടൈ ചെയ്യാൻ ആവശ്യപ്പെടുക. അതിനുശേഷം ക്രോസാമിലേക്ക് കണ്ടക്ടർ മെല്ലെ കെയർഫുള്ളായി ലിഫ്റ്റ് ചെയ്തെടുക്കുക. ഇൻസുലേറ്ററിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന 2 ക്ലാംപ്സിന്റെ നടുവിലായി കണ്ടക്ടർ അറേഞ്ച് ചെയ്യുക. അതിനുശേഷം ക്ലാംപ്സിന്റെ നട്ടുകളും ബോൾട്ടുകളും നന്നായി ടൈറ്റൻ ചെയ്ത് കണ്ടക്ടർ ഫിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു 14 SWG അലുമിനിയം ബൈൻഡിംഗ് വയർ എടുത്ത് കണ്ടക്ടർ ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ബൈൻഡ് ചെയ്യുക, അതായത് ഇൻസുലേറ്ററിലേക്ക്. വർക്ക് കഴിഞ്ഞതിന് ശേഷം ലാഡറിലൂടെ വളരെ സേഫായി താഴെ ഇറങ്ങുക. റീക്യാപ്പ്: ഈ സെഷനിൽ നിങ്ങൾ പിൻ ടൈപ്പ്, ഷാക്കിൾ ടൈപ്പ്, സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് സെലക്ട് ചെയ്യാനും പിൻ ഇൻസുലേറ്റർ ഉപയോഗിച്ച് ക്രോസ് ആം പോളിൽ ജമ്പർ ഉറപ്പിക്കുവാനും, ഷാക്കിൾ ടൈപ്പ് ഇൻസുലേറ്ററിൽ ജമ്പർ ഉറപ്പിക്കുവാനും, സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്ററിൽ ജമ്പർ ഉറപ്പിക്കുവാനും പഠിച്ചു കഴിഞ്ഞു. ഈ സെഷനിൽ ഉടനീളം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കണം. അടുത്ത സെഷനിൽ പുതിയ അറിവുകളുമായി വീണ്ടും വരുന്നതുവരെ നന്ദി.